ആഷിക്കേ, നീ വരുന്നില്ലേ? നീ പൊക്കോ, എനിക്ക് ഇവിടെ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ പോയി. ആഷിക്ക്, നീ സീരിയസ് ആയിട്ടാണോ? എനിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. ദൈവമായിട്ട് രക്ഷപ്പെടാൻ ഒരു അവസരം തന്നപ്പം. ഭാഗ്യം കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ. ജിൻസി പോവാൻ നോക്ക്. ആഷിക്ക്, ഞാൻ ഒന്നുകൂടെ ചോദിക്കുവാ. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ ഒന്ന് പോയ ജിൻസി. പറ, ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? പറയാം. അയ്യോ, ഞാൻ പറഞ്ഞ സത്യാണ്. നീ ചുമ്മാ അവനെ പാര വെക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ. എടി ജിൻസി, അവൻ നിന്നെ ചുമ്മാ തമാശ കയറ്റാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞായിരിക്കും. അയ്യോ, ഇത് അങ്ങനെയല്ല. ഞാൻ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് കണ്ടതാണ്. എന്റെ പൊന്നു മോളെ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ എല്ലാവരെക്കാളിലും ഏറ്റവും കൂടുതൽ നന്നായിട്ട് അവനെ അറിയാതെ നിനക്കാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങളൊന്നും പറയരുത്. അവൻ ചുമ്മാ നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി അവളുടെ മുന്നിൽ ആളാകാനും വേണ്ടി അങ്ങനെ എന്തെങ്കിലും കാണിച്ചതായിരിക്കും. അതിന് നിങ്ങനൊക്കെ ഒന്ന് പറയണോ? ശരി, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കണ്ട. അവനിപ്പോ ഇങ്ങോട്ട് വരുമല്ലോ, നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കും. വരട്ടെ, അവൻ വന്നിട്ട് ചോദിക്കാം നമുക്ക്. അത് മാത്രം നമ്മുടെ ആശിക്ക് നമ്മളെ ചതിക്കും എനിക്ക് തോന്നുന്നുണ്ടോ? എന്തോന്നല്ലേ സംഭവം തോന്നുന്നു? ആ, കേക്കണം. ടോം തന്നെ കേക്കണം. നമ്മുടെ ആശിക്ക് നമ്മളെ വിട്ടിട്ട് ആ ക്രിസ്റ്റിനയുടെ കൂടെ കൂടി വന്നതാ ഇവിടെ വന്ന് വിഷമിച്ച് ഓരോ വിഷമം പറഞ്ഞോണ്ടിരിക്കുന്നു. പൊടി, ഇവിടെ നിന്ന് ആര് പോയാലും അവൻ മറകണ്ട ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ചാടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ടോമേ, വെറുതെ അനാവശ്യം പറയില്ല. എന്തിനു ഞാൻ നിങ്ങളോട് ഞാൻ മറകണ്ട ചാടും അല്ലേ? ഞാൻ ചുമ്മാ നീ അതിന് കരയാതെ. നീ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആകുന്നത്? ശരി, ആശിക്ക് വരട്ടെ, നമുക്ക് ചോദിക്കാം. ഈ ചെറിയ കാര്യത്തിനാണ് അവൾ ഇങ്ങനെ. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു ചെയ്യും. ഞങ്ങളത് വിശ്വസിച്ച് തീർന്നല്ലോ. ആശിക്ക് വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. എടാ ആഷിക്കേ, എടാ എടാ ആഷിക്കേ, ഇവിടെ പറയുന്ന നീ ഇവരുടെ ഗ്യാങ് ഒക്കെ വിട്ട് ആ ക്രിസ്റ്റീനോട് എന്തൊക്കെയോ പോയി സംസാരിക്കായിരുന്നു. എന്തുവാണ്? ആശിക്കേ, അവിടെ എത്ര പ്രാവശ്യം വിളിച്ചു നിന്നെ? നിനക്കെന്താ ഒന്ന് സംസാരിക്കാനില്ലേ? ഞാൻ പറയേണ്ടതൊക്കെ പറയേണ്ട ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ. ചെറുക്ക, നീ എന്തോന്ന് അവള് പറയും പോലെ ആ ക്രിസ്ത്യൻ്റെ അടുത്ത് വല്ല പോയാ? അണ്ണാ, ഇതെല്ലാം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പോകണമെന്ന് തോന്നി, ഞാൻ പോയി. സംസാരിക്കണമെന്ന് തോന്നി, സംസാരിച്ച്. അതിനിവിടെ ആർക്കാണ് പ്രശ്നം? എന്താണ് നിനക്ക് പ്രശ്നം? എന്നിട്ട് തലയ്ക്ക് വട്ടായാ? എടാ, എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. നീ നിന്റെ പണി നോക്കാൻ നോക്കും. എടാ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ചോദിച്ചാ പോരെ? ഇത്ര നാളൊന്നും ചോദിക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഒരാൾ സഹായിക്കാൻ വേണ്ടിട്ട് വന്നപ്പം നിങ്ങൾക്കൊന്നും പിടിക്കണില്ലേ? അവന് ഇഷ്ടമുള്ളത് മിണ്ടിക്കോട്ടെ. പക്ഷേ ദാശികെ, ഇത്ര നാൾ ശത്രുവായിട്ടിരുന്ന ഒരാളെ പെട്ടെന്ന് വന്ന് ഫ്രണ്ട് ആകുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും കാരണം കാണില്ലേ? നീ സൂക്ഷിക്കണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയണേ. എനിക്കിവിടെ ആരെയും ഉപദേശമൊന്നും വേണ്ട. എനിക്കത് ഇഷ്ടമല്ല. എടാ ആഷികേ, ഓരോ വാക്കും പറഞ്ഞ് സൂക്ഷിച്ചു വേണം. നിനക്ക് ഇവിടെ ഉള്ള ആരും എന്ത് വെള്ളം പറയാം. പക്ഷെ ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെ നിന്നെ വെറൊരു ഫ്രണ്ട് ആയിട്ടല്ല, സ്വന്തം അനിയനെ പോലെ കണ്ടത്. അങ്ങാരടുത്ത് പറയുന്ന വാക്കുകൾ നീ സൂക്ഷിച്ചു വേണം സംസാരിക്കാനായിട്ട്. അനിയെ, എനിക്കിവിടെ ആരെയും സഹതാപോ സ്നേഹമൊന്നും വേണ്ട. എനിക്കറിയാം എന്റെ ആരും എങ്ങനെയാണ് ചെയ്യേണ്ടത്. മതി, ഓഫീസാണ്, മതി. നമ്മളെ സുഹൃത്തുക്കളെ മാറ്റിക്കൊണ്ടിരിക്കണം, എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്രയും കാലം നിങ്ങളെ കൂടെ നിന്നിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ കുറച്ച് ദിവസം അവളെ കൂടെ നിന്ന് നോക്കട്ടെ. മതി ജെസി, മതി. എല്ലാവരും വർക്ക് ജിൻസി.